മക്കളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതായത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് 2 ദിവസങ്ങളിലായിട്ടായിരിക്കും. അതായത് ഡിസംബർ 9-നും 11-നായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ദെൻ അതിനുശേഷം വോട്ട് എണ്ണൽ നടക്കുന്നത് ഡിസംബർ 13-നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ മിസ് ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇതും ഞങ്ങൾ നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ ആ ഒരു ബന്ധം വരുന്നത് എന്നുള്ളത് കുറേ പേര് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സംഭവത്തിലുള്ള മക്കളെ, ഈ ഒരു സമയത്തായിട്ടാണ് നമ്മുടെ എക്സാമും, അതായത് ക്രിസ്മസ് എക്സാം നടക്കുന്നത് ഈ ഒരു സമയത്തായിട്ടാണ്. അതായത് ഏകദേശം ഒരു ഡിസംബർ 8 മുതൽ ഒരു 15-നുള്ളിൽ തന്നെയാണ് സാധാരണ നമ്മുടെ ക്രിസ്മസ് എക്സാം നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് അഥവാ വോട്ടെടുപ്പ് നടക്കുന്നത് നമ്മൾ പഠിക്കുന്ന സ്കൂൾസിലേക്കും, അതായത് ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു വോട്ടെടുപ്പിൻ്റെ എല്ലാ ക്രമീകരണങ്ങളൊക്കെ അവിടെയായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വോട്ടെടുപ്പിൻ്റെ ക്രമീകരണം നടത്തിയാലും അതേപോലെ തന്നെ വോട്ടെണ്ണലൊക്കെ നടക്കുമ്പോഴായാലും ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എക്സാംസ് വെക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റിലായാലും ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. അതായത് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ 2 എക്സാംസ് ഉള്ള രീതിക്ക് അങ്ങനെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ചാൻസ് മിസ്സിന് അറിയില്ല, കാരണം കൺഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം മെജോറിറ്റി ചാൻസ് ഉള്ളത് ഒരു ദിവസം തന്നെ 2 എക്സാം എന്നുള്ള രീതിക്ക് നടക്കാനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില എക്സാംസ്, അതായത് നടക്കാത്ത എക്സാംസ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വെക്കേഷന് ശേഷം നടക്കുന്നു എന്നുള്ള രീതിക്ക്. പക്ഷെ അതിൽ ആക്ച്വലി ആ വെക്കേഷൻ കഴിഞ്ഞിട്ട് എക്സാം നടക്കാമെന്ന് പറയുന്നത് ആക്ച്വലി ചാൻസസ് കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ കൺഫേം ആയിട്ട് അവിടെ ഒരു തീരുമാനമായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അപ്ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ അത്രയും നമുക്ക് ചില മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ഡേറ്റിലായാലും ഓരോ ദിവസം നടക്കുന്ന എക്സാമിൻ്റെ കാര്യത്തിലായാലും മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമുക്കിത് നോക്കി നോക്കാം. അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നിങ്ങളെ വേഗം തന്നെ അറിയിക്കുന്നതായിരിക്കും.